മലപ്പുറം പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനം. നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയെ മാറ്റണമെന്ന് LDF ഘടകകക്ഷി INL ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളി ഉത്തരവാദിത്തത്തോടെ സംസാരിക്കണമെന്ന് CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അപവാദങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞെന്ന് സമസ്ത നേതൃത്വവും മറുപടി നൽകി. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തിൽ അതിരൂക്ഷ വിമർശനമാണ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഉയർന്നത്. വെള്ളാപ്പള്ളി ഉത്തരവാദിത്തത്തോടെ സംസാരിക്കേണ്ട ആളാണെന്നും പ്രസ്താവന ദൗർഭാഗ്യകരമാണെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അത് വളരെ ദൗർഭാഗ്യകരമാണ്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സംസാരിക്കേണ്ട ഒരു ചുമതലയിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. സംഘപരിവാർ പോലും പറയാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ആവശ്യപ്പെട്ടു. മലപ്പുറത്തെ ജനങ്ങളുമായി സംബന്ധിക്കാത്തവരുടെ അപവാദ പ്രചരണങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കടുത്ത മറുപടിയാണ് വെള്ളാപ്പള്ളിക്ക് നൽകിയത്. ശ്രീനാരായണ ഗുരു വർഗീയ ഭ്രാന്തിന്റെ കൂടെ നിൽക്കില്ലെന്നും നവോത്ഥാന സമിതി BJP രാഷ്ട്രീയത്തെ വെള്ളപൂശാൻ വേണ്ടിയല്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നവോത്ഥാന സമിതി ഉണ്ടായത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ്. ആ സമിതി ഒരിക്കലും BJP രാഷ്ട്രീയത്തെ വെള്ളപൂശാൻ വേണ്ടിയല്ല, അത് RSSന്റെ വർഗീയ ഭ്രാന്തിനെ ശരിവെക്കാൻ വേണ്ടിയുമല്ല. സമുദായത്തിന്റെ പേരിൽ വർഗീയത പടർത്തരുതെന്ന് ഹുസൈൻ മടവൂർ തുറന്നടിച്ചു. വെള്ളാപ്പള്ളിയുടെ പിരാന്തിന് മറുപടി നൽകാനില്ലെന്ന് PK ബഷീർ MLA പൊട്ടിത്തെറിച്ചു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് സണ്ണി M കബിക്കാട് ആവശ്യപ്പെട്ടു. RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജും വെള്ളാപ്പള്ളിയെ വിമർശിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.